നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകുന്ന സമയത്ത് ലേറ്റസ്റ്റ് ഡ്രോയുടെ അപ്ഡേറ്റുകൾ ഓൺലൈനിൽ നിന്നും സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ നിലവിൽ ഏത് പോയിന്റിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഡ്രോ നൽകുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകുന്നത് 189, 190, 491 എന്നീ സബ് ക്ലാസുകളിലാണ്. നിങ്ങളുടെ പോയിന്റിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിലവിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഡ്രോ ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത്. ആംസ്റ്ററിൻ്റെ ഇമിഗ്രേഷൻ സ്പെഷ്യൽ ഡോക്യുമെന്റേഷൻ സർവീസ് ടീം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിഷന് കംപ്ലീറ്റ് അസിസ്റ്റൻസ് ഉറപ്പു നൽകുന്നു. എന്താണ് ഓസ്ട്രേലിയ 189, 190, 491? ഓസ്ട്രേലിയയിലേക്ക് നേരിട്ട് പിആറോടുകൂടി കുടിയേറുന്നതിനുള്ള വിസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസാ നയങ്ങളാണ് 189, 190, 491. 189 എന്നത് ഫെഡറൽ ഗവൺമെൻറ് സ്പോൺസേഡ് പെർമനൻ്റ് റെസിഡൻസി പാത്വേ ആണ്. ഇതിലൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഫെഡറൽ ഗവൺമെൻറ്റാണ്. അതിനാൽ ഓസ്ട്രേലിയയുടെ ഏത് സ്റ്റേറ്റുകളിലും പെർമനൻ്റ് റെസിഡൻസി ലഭിക്കുന്നവർക്ക് കുടിയേറാൻ സാധിക്കും. 190 എന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് വിസയാണ്. അതായത് ഈ പ്രോഗ്രാമിലൂടെ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റിൻ്റെ നോമിനേഷൻ ലഭിച്ച അതേ സ്റ്റേറ്റിൽ തന്നെയാണ് കുടിയേറുക. അതായത് സ്റ്റേറ്റ് നോമിനേഷൻ വഴിയാണ് പെർമനൻ്റ് റെസിഡൻസി ലഭിക്കുന്നത്. ഓസ്ട്രേലിയയുടെ പ്രധാന സ്റ്റേറ്റ് ക്യാപിറ്റലുകളാണ് ന്യൂ സൗത്ത് വെയിൽസിൻ്റെ തലസ്ഥാനം സിഡ്നി, വിക്ടോറിയയുടെ ക്യാപിറ്റൽ മെൽബൺ, ക്യൂൻസ്ലാൻഡിൻ്റെ തലസ്ഥാനം ബ്രിസ്ബെയിൻ, വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം പെർത്ത്, സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം അഡ്ലൈഡ്, ടാസ്മാനിയയുടെ തലസ്ഥാനം ഹൊബാർട്ട്, നോർത്ത് ടെറിട്ടറിയുടെ തലസ്ഥാനം ഡാർവിൻ, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ തലസ്ഥാനം കാൻബറ എന്നിവ. 491 വിസ എന്നത് റീജിയണൽ ഏരിയാസ് സ്പോൺസർഷിപ്പ് വിസയാണ്. മേജർ സിറ്റികൾ അല്ലാത്ത സ്ഥലങ്ങൾ ഓസ്ട്രേലിയ റീജിയണൽ ഏരിയകളായി തിരിച്ചിട്ടുണ്ട്. ഇതുവഴി നോമിനേഷൻ ലഭിക്കുന്നവർക്ക് ഓസ്ട്രേലിയൻ റീജിയണൽ മേഖലകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ക്ഷണം ലഭിക്കുന്നു. പ്രധാന റീജിയണൽ ഏരിയകൾക്ക് ഉദാഹരണം പെർത്ത്, വിക്ടോറിയ, കാൻബറ, ഹോബാർട്ട് എന്നീ ഏരിയകളാണ്. ഈ 3 പ്രോഗ്രാമുകളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരേ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം തന്നെയാണ് ഓസ്ട്രേലിയൻ സ്കിൽഡ് മൈഗ്രേഷൻ ഫോളോ ചെയ്യുന്നത്. ഇനി പോയിന്റ് സിസ്റ്റത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. പ്രധാനമായും 5 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്കിൽഡ് ഇമിഗ്രേഷൻ്റെ പോയിന്റ് സിസ്റ്റം കണക്കാക്കുന്നത്. ഏജ്, ക്വാളിഫിക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് സ്പൗസ് ഓർ പാർട്ട്ണർ. ഏജ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ലഭിക്കാവുന്ന ഘടകം. 18 വയസ്സ് മുതൽ 24 വയസ്സുവരെയുള്ളവർക്ക് 25 പോയിന്റ്, 25 മുതൽ 35 വയസ്സുവരെ ഉള്ളവർക്ക് 30 പോയിന്റ്, 33 മുതൽ 39 വരെ ഉള്ളവർക്ക് 25 പോയിന്റ്, 45 തൊട്ട് 44 വയസ്സുവരെ ഉള്ളവർക്ക് 15 പോയിന്റ്. അതായത് 33 മുതൽ 38 വയസ്സിനുള്ളിൽ പ്രായമുള്ളവർ ഓസ്ട്രേലിയ ഇമിഗ്രേഷന് ശ്രമിക്കുക. അതിനുശേഷം അപേക്ഷിക്കുന്നവർ 2 വട്ടം ആലോചിക്കുക. പാർട്ട്ണർ ഓ സ്പൗസ്. പാർട്ട്ണറോ സ്പൗസോ ഇല്ലാത്തവർക്ക് 10 പോയിന്റ്. ഇനി പാർട്ട്ണറോ സ്പൗസോ ഉള്ളവർ ഓസ്ട്രേലിയൻ സിറ്റിസനോ പെർമനൻ്റ് റെസിഡൻറ്റോ ആണെങ്കിൽ 10 പോയിന്റ്സ്. കൂടാതെ പാർട്ട്ണറോ സ്പൗസോ ഉള്ളവർക്ക് IELTS എക്സാമോ സ്കിൽ അസസ്മെൻറ്റോ ചെയ്യാൻ തയ്യാറായവർക്ക് 10 പോയിന്റ്. ഇനി IELTS മാത്രം ചെയ്യാൻ സാധിക്കുന്നവർക്ക് 5 പോയിന്റുമാണ് ലഭിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ. ഇത് ഓരോ പ്രൊഫൈലിൻ്റെയും സ്കോർ ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് 3 തരംതിരിക്കാം: കോമ്പീറ്റൻ്റ്, പ്രൊഫഷൻസി, സുപ്പീരിയർ. കോമ്പീറ്റൻറ്റിന് 0 പോയിൻ്റാണ് ലഭിക്കുക. IELTSുമായി താരതമ്യം ചെയ്താൽ 6 ഓൾ ബാൻഡ്. പ്രൊഫഷൻസിക്ക് 10 പോയിന്റ് ലഭിക്കും. IELTSുമായി താരതമ്യം ചെയ്യുമ്പോൾ 7 ഓൾ ബാൻഡ്. സുപ്പീരിയർ എന്ന് പറയുമ്പോൾ 20 പോയിന്റാണ് ലഭിക്കുക. IELTSുമായി താരതമ്യം ചെയ്യുമ്പോൾ 8 ഓൾ ബാൻഡ്. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ PTE എക്സാമിന് ശ്രമിക്കുന്നതാണ് കുറെ കൂടി എളുപ്പത്തിൽ സുപ്പീരിയർ ബാൻഡ് ലഭിക്കുവാൻ സാധ്യതയുള്ളത്. അതിനാൽ IELTS 8 ബാൻഡിനു പകരം PTE 79 സ്കോർ ചെയ്താലും മതിയാകും. ആംസ്റ്റർ നിങ്ങൾക്കായി സുപ്പീരിയർ പോയിന്റ്
PTEയിലൂടെ ലഭിക്കുന്നതിനായി എക്സ്പേർട്ട് PTE ട്രെയിനിംഗ് ഒരുക്കുന്നു. ആംസ്റ്ററിൻ്റെ തന്നെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ DL സ്കൂളിലൂടെയാണ് അത്. സുപ്പീരിയർ സ്കോർ നേടിയിട്ടുള്ള ട്യൂട്ടേഴ്സ് നിങ്ങളെ സഹായിക്കുകയും ഉയർന്ന സ്കോർ, അതായത് സുപ്പീരിയർ സ്കോർ നേടുന്നതിനുള്ള അവസരവും ഒരുക്കുന്നു. PTE പറ്റിയും സുപ്പീരിയർ സ്കോർ 79 പറ്റിയും കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെമോ ക്ലാസുകൾക്കായി DL സ്കൂളുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം ചെയ്യാവുന്നതാണ്. സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഓസ്ട്രേലിയ. ആദ്യം നമുക്ക് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ വിശകലനം ചെയ്യാം. 3 മുതൽ 5 വർഷത്തെ ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 5 പോയിന്റ്. 5 മുതൽ 8 വർഷത്തെ ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 10 പോയിന്റ്. 8 മുതൽ 10 വർഷത്തെ ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 15 പോയിന്റ്. അതേസമയം ഇൻസൈഡ് ഓസ്ട്രേലിയയിൽ 1 മുതൽ 3 വർഷത്തെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ 5 പോയിന്റ്. 3 മുതൽ 5 വർഷത്തെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ 10 പോയിന്റ്. 5 മുതൽ 8 വർഷത്തെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ 15 പോയിന്റ്. 8 മുതൽ 10 വർഷത്തെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ 20 പോയിന്റ്. ഇങ്ങനെയാണ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പോയിന്റ് ലഭിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോയിന്റ്സ്. നിങ്ങൾക്ക് PhD ലെവൽ ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയയിൽ നിന്നോ ഓസ്ട്രേലിയയ്ക്ക് പുറത്തു നിന്നോ, അതായത് ഇന്ത്യയിൽ നിന്നോ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 20 പോയിന്റ്. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ BTech പോലുള്ള 4 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ആണെങ്കിൽ 15 പോയിന്റ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഡിപ്ലോമ നേടുന്നവർക്ക് 10 പോയിന്റ്. ഇങ്ങനെയാണ് പൊതുവെ എഡ്യൂക്കേഷൻ പോയിന്റ്സ് വിലയിരുത്തുക. CCL പോയിന്റ്സ്. ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് NAATI. CCL 5 പോയിന്റ്സ്. നിലവിൽ ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ്, നാഷണൽ അക്രഡിറ്റേഷൻ അതോറിറ്റി ഫോർ ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് ഇൻ്റർപ്രറ്റേഴ്സ് എന്നിവയിൽ മലയാളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം മാതൃഭാഷയായവർക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ടെസ്റ്റിന് ഉദാഹരണം പറയാം. ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കറായ ഒരു ബാങ്ക് മാനേജറും മലയാളം നേറ്റീവ് സ്പീക്കർ മാത്രമായ ഒരു വൃദ്ധയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ട്രാൻസ്ലേറ്ററായി വർത്തിക്കുന്ന രീതി. ഇതായിരിക്കും എക്സാമിൻ്റെ ഒരു മോഡ്. NAATI എക്സാമിന് 40,000 രൂപയോളം ചെലവാണ്. എങ്കിലും 5 പോയിന്റ്സ് കിട്ടുന്നതിനാൽ NAATI എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നോമിനേഷൻ പോയിന്റ്. 190 സ്റ്റേറ്റ് നോമിനേഷൻ നൽകുന്നവർക്ക് 5 പോയിന്റ് ലഭിക്കുകയും 491 സ്റ്റേറ്റ് നോമിനേഷൻ ഓർ ഫാമിലി സ്പോൺസർഷിപ്പ്, അതായത് 491 സ്റ്റേറ്റ് നോമിനേഷനോ ഫാമിലി സ്പോൺസർഷിപ്പ് കാറ്റഗറിയിലോ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് 15 പോയിന്റും ലഭിക്കും. ഏറ്റവും ബേസ് പോയിന്റ് EOIക്ക് യോഗ്യരാവാൻ വേണ്ടത് 65 പോയിന്റാണ്. നിലവിൽ സാധിക്കുന്നതായ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നുപോയി മാക്സിമം പോയിന്റ്സ് എയിം ചെയ്തെടുക്കുക എന്നതാണ് ഒരു ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഉദ്യോഗാർത്ഥിയുടെ വിജയത്തിൻ്റെ സീക്രട്ട്. അതിനായുള്ള എല്ലാ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നതിനും വിജയം കൈവരിക്കുന്നതിനും ആംസ്റ്റർ നിങ്ങളുടെ കൂടെയുണ്ടാകും. ആംസ്റ്റർ ഇമിഗ്രേഷനിലൂടെ എഞ്ചിനീയേഴ്സ്, IT, സോഷ്യൽ വർക്കേഴ്സ് എന്നീ മേഖലയിൽ മികവ് തെളിയിച്ചവരും എക്സ്പീരിയൻസ്ഡുമായ പ്രൊഫഷണൽസിനെയാണ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനായി മാക്സിമം തിരഞ്ഞെടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. കുറഞ്ഞത് 75 മുതൽ 100 പോയിന്റ് വരെ നേടാൻ സാധ്യതയുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയാണ് ആംസ്റ്റർ സർവീസ് നൽകുന്നത്. നിലവിൽ ഇതിന് താഴെ പോയിന്റുള്ള ആളുകളുടെ സെലക്ഷൻ സാധ്യത വളരെ വിരളമായതിനാലാണ് ഈ ഒരു സെലക്ഷൻ കാറ്റഗറിയിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കാൻ നിർബന്ധിതരാകുന്നത്. സർവീസ് ഫീസ് ഇനത്തിൽ മറ്റൊരു ഏജൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മിതമായ ഫീസിൽ ആംസ്റ്റർ ഇമിഗ്രേഷനിലൂടെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ 189, 190, 491 സർവീസ് നേടാൻ സാധിക്കും. യോഗ്യരായ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം 2025-28 ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.